ഗുഡ് മോർണിംഗ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഇന്നത്തെ ക്ലാസ് പഠിച്ചോ എല്ലാവരും? ഷംന ഷെറിൻ ഗ്രാംസ്റ്റെയിൻ പറ. എക്സാം ആകെ 5 പേരല്ലേ ജോയിൻ ചെയ്തിട്ടുള്ളൂ? ഓക്കെ. 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 വേണ്ട. കീർത്തനം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ഓക്കെ. എന്താണ് ബാക്ടീരിയക്ക് അവിടെ കളർ ലഭിക്കുക? വിച്ച് കളർ? പർപ്പിൾ കളർ. ഓക്കെ, പർപ്പിൾ. എനിക്ക് മ്യൂട്ട് ചെയ്തോ. ഫർസാന കണ്ടിന്യൂ. ഫർസാന. സ്റ്റെപ്പ് 2 മോർഡന്റ് പറ. ഓക്കെ. ഓക്കെ. എന്താ ഫർസാന? പറ. ഏത് മോഡന്റാ യൂസ് ചെയ്യുന്നത്? വിച്ച് മോഡന്റ്? അതാണ് മോഡന്റ്. ഗ്രാം അയഡിൻ 10% ഓഫ് ഗ്രാം അയഡിൻ ആസ് മോഡന്റ്. ഓക്കെ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ് അപ്പം രൂപം കൊള്ളും. ഓക്കെ. ഓക്കെ, ഇതിനോട് സ്റ്റെപ്പ് 3 കണ്ടിന്യൂ ചെയ്യാൻ പറ. കണ്ടിന്യൂ. സ്റ്റെപ്പ് 3. ഓക്കെ.
Okay, very good. Shabiba, to continue. Step 4. Mm. 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 Okay. Mm. Okay. Okay, very good. Okay, mute ചെയ്തോ. ഇത്രയാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. In that first one jam stain. ഇനി second അടുത്ത ടെക്നിക്ക്. Okay, Ziehl-Neelsen stain. Ziehl-Neelsen stain. Ziehl എന്നുള്ള സ്പെല്ലിംഗ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കുക. Okay, Ziehl-Neelsen stain. രണ്ടാമത്തെ ടെസ്റ്റ് ആണ്. Okay, point wise ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. In that first point, this is also known as acid-fast staining. This is also known as acid-fast staining. അതായത് ഈ Ziehl-Neelsen stain തന്നെയാണ് acid fast staining എന്ന് വിളിക്കുന്നത്. Okay, ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. This is also known as acid-fast staining. It means Ziehl-Neelsen stain തന്നെയാണ് acid-fast staining എന്ന് വിളിക്കുന്നത്. Is it clear? Clear ആയോ? Okay. Okay. Then second point, pulmonary tuberculosis is diagnosed by Ziehl-Neelsen. നിങ്ങൾ Ziehl-Neelsen Z എന്ന് എന്താ പറയാ മാർക്ക് ചെയ്ത് വെക്കുക. ZN, capital letters ZN. Okay, Ziehl-Neelsen. Just mark ചെയ്യാം ZN. Okay, pulmonary tuberculosis is diagnosed by Ziehl-Neelsen staining of the early morning sputum sample. അതായത് ഈ ടെസ്റ്റ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് പൾമണറി ട്യൂബർകുലോസിസിനെ ഡയഗ്നോസ് ചെയ്യാനാണ്. പൾമണറി ട്യൂബർകുലോസിസ് TB, ക്ഷയം. ഓക്കെ, ഈ TBന്റെ നിർണയത്തിനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്റ്റെയിനിങ് ഓഫ് ദ ഏർലി മോർണിംഗ് സ്പ്യൂട്ടം സാമ്പിൾ. ഇവിടെ നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത് മീൻസ് നിറം നൽകുന്നത് ഏർലി മോർണിംഗ് സ്പ്യൂട്ടം സാമ്പിളിനാണ്. സ്പ്യൂട്ടം സാമ്പിളിനെയാണ്, അതായത് ഏർലി മോർണിംഗിൽ എടുക്കുന്ന മീൻസ് അതിരാവിലെ എടുക്കുന്ന സ്പ്യൂട്ടം മീൻസ് കഫം. ആ കഫം എന്ന് പറഞ്ഞ ആ സാമ്പിളിനെയാണ് നമ്മളിവിടെ കളർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റെയിൻ ചെയ്യുന്നത്. ഇങ്ങോട്ട് പറയാം. സെക്കൻഡ് പോയിന്റ്, പൾമണറി ട്യൂബർകുലോസിസ് ഈസ് ഡയഗ്നോസ്ഡ് ബൈ Ziehl-Neelsen സ്റ്റെയിനിങ് ഓഫ് ദ ഏർലി മോർണിംഗ് സ്പ്യൂട്ടം സാമ്പിൾ. അതായത് പൾമണറി ട്യൂബർകുലോസിസ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, ഡയഗ്നോസ് ചെയ്യുന്ന രോഗനിർണയം. ഓക്കെ, പൾമണറി ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TB, മലയാളം ക്ഷയം. ഓക്കെ, ക്ഷയത്തെ നിർണ്ണയിക്കാൻ വേണ്ടി എങ്ങനെയാണ് അതിനെ രോഗനിർണയം നടത്തുക എന്നാണ് പറയുന്നത്. അതായത് ഈ Ziehl-Neelsen സ്റ്റെയിനിങ് ഉപയോഗിച്ചിട്ട് ഏർലി മോർണിംഗ് സ്പ്യൂട്ടം സാമ്പിളിനെയാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്. മീൻസ് അതിരാവിലെ എടുക്കുന്ന സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ കഫം. ഓക്കെ, അതിരാവിലെ എടുക്കുന്ന കഫത്തിനെയാണ് നമ്മൾ ഇവിടെ സ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കളർ ചെയ്യുന്നത്. Is it clear? Are you understand? Okay. Then third point, it is the differential staining techniques which was first developed by Ziehl and later on modified by Neelsen. നിങ്ങളിപ്പോൾ Ziehl എന്നുള്ളടത്ത് Ziehl എന്നുള്ള വേർഡ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. സോ നിങ്ങൾ Z എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, Z and later on modified by Neelsen. Neelsen N എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, then it is the differential staining techniques. ഇത് differential staining technique വരുന്നതാണ്. മീൻസ് നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്കിന് 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു. പഠിച്ചവർക്ക് മനസ്സിലാവും. ഓക്കെ, അതിലെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്കിൽ വരുന്ന ഒരു ടെസ്റ്റ് ആണ് ഈ Ziehl-Neelsen സ്റ്റെയിനിങ്. ഓക്കെ, ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചത്, ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് Ziehl എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ്. Ziehl എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ആൻഡ് ലേറ്റർ ഓൺ മോഡിഫൈഡ് ബൈ Neelsen. അതിനുശേഷം ഈ Ziehl എന്ന് പറഞ്ഞ
സയന്റിസ്റ്റ് ഫസ്റ്റ് കണ്ടുപിടിച്ചു, അതിനുശേഷം അതിനെ മോഡിഫൈ ചെയ്തു വേറൊരു സയന്റിസ്റ്റ്. ആ സയന്റിസ്റ്റിന്റെ പേരാണ് നീൽസൺ. ഓക്കെ, അതായത് സെയിൽ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഫസ്റ്റ് ഈ ടെസ്റ്റ് കണ്ടുപിടിച്ചു, ദെൻ ആഫ്റ്റർ ഇത് മോഡിഫൈ ചെയ്തു. ഓക്കെ, അതായത് വേറൊരു സയന്റിസ്റ്റ് ഇതിനെ മോഡിഫൈ ചെയ്തു, നീൽസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. Then so this method is also called Searle-Nielsen staining technique. അതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്കിനെ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിനെ Searle-Nielsen ടെക്നിക് എന്ന് പറയാൻ കാരണം. അതായത് രണ്ട് സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. In that ഒന്നുകൂടി പറയാം പോയിന്റ്. It is the differential staining techniques which was first developed by Searle and later on modified by Nielsen. So this method is also called Searle-Nielsen staining technique. അതായത് ഈ സ്റ്റെയിനിങ് ടെക്നിക്ക് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പിൽ വരുന്നതാണ്. Then it was first developed by, അതായത് ഇത് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സീൽ-നീൽസൺ. സീൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. സെയിൽ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. ആ സെയിലിന് ശേഷം ഈ എന്താ പറയാ അടുത്തൊരു സയന്റിസ്റ്റ് വന്നു. അടുത്ത സയന്റിസ്റ്റ് എന്ത് ചെയ്തു, ഇതിനെ മോഡിഫൈ ചെയ്തു, മീൻസ് ഇതിനെ ഒന്നും കൂടി മാറ്റം വരുത്തി. ഓക്കെ, ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് നീൽസൺ. Okay, so this method is also called Searle-Nielsen staining technique. അതുകൊണ്ടാണ് ഈ മെത്തേഡ് Searle-Nielsen ടെക്നിക് എന്ന് അറിയപ്പെടുന്നത്, സ്റ്റെയിനിങ് ടെക്നിക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് രണ്ട് സയന്റിസ്റ്റ് ആണ്, സെയിലും ആൻഡ് നീൽസൺ. ഓക്കെ, സെയിൽ ആൻഡ് നീൽസൺ, അങ്ങനെ രണ്ട് സയന്റിസ്റ്റുകളാണ് ഈ ടെസ്റ്റ് മോഡിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് Searle-Nielsen staining technique എന്ന് പറയുന്നത്. Is it clear? Clear ആയോ? Please give response. Okay. The next point, the main aim of this staining is to differentiate bacteria into acid-fast group and non-acid-fast groups. Okay, അതായത് ഈ സ്റ്റെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട എയിം മീൻസ് ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയനെ ആസിഡ് ഫാസ്റ്റ് ഗ്രൂപ്പ് എന്നും നോൺ ആസിഡ് ഫാസ്റ്റ് ഗ്രൂപ്പ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി പറയാം. The main aim of this staining is to differentiate bacteria into acid fast group and non acid fast groups. അതായത് ഈ ഒരു സ്റ്റെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മീൻസ് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആസിഡ് ഫാസ്റ്റ് ഗ്രൂപ്പ് എന്നും അതുപോലെ തന്നെ നോൺ ആസിഡ് ഫാസ്റ്റ് ഗ്രൂപ്പ് എന്നും അങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കാൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെയിനിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട എയിം. എന്നോട് പറയാം. The main aim of this staining is to differentiate bacteria into acid fast group and non acid fast groups. അതായത് ഈ ഒരു സ്റ്റെയിനിങ്ങിന്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്, വേർതിരിക്കാനാണ്. അതായത് ആസിഡ് ഫാസ്റ്റ് ഗ്രൂപ്പ് എന്നും നോൺ ആസിഡ് ഫാസ്റ്റ് ഗ്രൂപ്പ് എന്നും. Is it clear? Clear ആയോ? Okay, I repeat once again. Okay, Searle-Nielsen stain ആണ്. Okay, രണ്ടാമത്തെ ടെക്നിക്ക് Searle-Nielsen stain ആണ്. In that first point, this is also known as acid fast staining. അതായത് ഈ Searle-Nielsen stain തന്നെയാണ് acid fast staining എന്ന് വിളിക്കുന്നത്. Okay, then second point, pulmonary tuberculosis is diagnosed by Searle-Nielsen staining of the early morning sputum sample. അതായത് പൾമണറി ട്യൂബർകുലോസിസ് മീൻസ് TB, ക്ഷയം നിർണ്ണയിക്കാൻ വേണ്ടി, ക്ഷയത്തിന്റെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഏർലി മോർണിംഗ് സ്പ്യൂട്ടം സാമ്പിൾ ആണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്. മീൻസ് അതിരാവിലെ എടുക്കുന്ന കഫത്തിന്റെ സാമ്പിൾ ആണ് നമ്മളിവിടെ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്. അതായത് ഇതൊരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക് ആ ഒരു ടൈപ്പിൽ വരുന്ന ടെക്നിക്കാണ്. Then which was first developed by Searle and later on modified by Nielsen. അതായത് ഇത് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സയന്റിസ്റ്റിന്റെ പേര് സെയിൽ എന്നാണ്. ആൻഡ് ലേറ്റർ ഓൺ മോഡിഫൈഡ് ബൈ നീൽസൺ. അതിനുശേഷം ഇതിനെ മോഡിഫൈ ചെയ്തത് മീൻസ് ഇതിനെ മെച്ചപ്പെടുത്തിയത് നീൽസൺ എന്ന് പറഞ്ഞ വേറൊരു സയന്റിസ്റ്റ് ആണ്. Then so this method is also called Searle-Nielsen staining technique. അതുകൊണ്ട് തന്നെയാണ് ഈ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെയിനിങ് ടെക്നിക്ക് Searle-Nielsen staining technique എന്ന് അറിയപ്പെടുന്നത്. Then last point, the main aim of this staining is to differentiate bacteria into acid fast group and non acid fast groups. ഈ ഒരു സ്റ്റെയിനിങ് ടെക്നിക്കിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയനെ വേർതിരിക്കാനാണ്.
അതായത് ആസിഡ് ഫാസ്റ്റ് ഗ്രൂപ്പ് എന്നും നോൺ ആസിഡ് ഫാസ്റ്റ് ഗ്രൂപ്പ് എന്നും. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ. അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക പ്രിൻസിപ്പിൾ. ഇതിന്റെ തത്വമാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പ്രിൻസിപ്പിൾ നോക്കാം. ഇൻ ദാറ്റ് ദ സെഡൻ സ്റ്റെയിൻ, സെഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീൽ ആൻഡ് നിൽസൺ. ഓക്കെ, സെഡൻ സ്റ്റെയിൻ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ദ സെഡൻ സ്റ്റെയിൻ യൂസസ് ബേസിക് ഫ്യൂസിൻ ആൻഡ് ഫിനോൾ compounds to stain the cell wall of Mycobacterium species. Mycobacterium does not bind readily to simple stains and therefore the use of heat along with the carbofuscin and phenol allows penetration through the bacterial cell wall for visualization. Okay, point ആയിട്ട് പറഞ്ഞുതരാം. Okay, that the Seddon stain uses basic fusin and phenol compounds to stain the cell wall of Mycobacterium species. അതായത് ഈ സെഡൻ സ്റ്റെയിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കോമ്പൗണ്ട്സ്, രണ്ട് ഘടകങ്ങളാണ് ബേസിക് ഫ്യൂസിൻ. ഓക്കെ, ബേസിക് ഫ്യൂസിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടും അതുപോലെ തന്നെ ഫിനോൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ടും. ഓക്കെ, ബേസിക് ഫ്യൂസിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടും അതുപോലെ തന്നെ ഫിനോൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സും. ഈ രണ്ട് ഘടകങ്ങളാണ് നമ്മൾ ഇവിടെ സ്റ്റെയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മൈക്കോബാക്ടീരിയം സ്പീഷീസിന്റെ സെൽ വാളിനെയാണ് സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മൈക്കോബാക്ടീരിയം സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പീഷീസിൽ വരുന്ന എന്താ പറയാ ബാക്ടീരിയസിന്റെ സെൽ വാളിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മീൻസ് സെൽ വാളിന് കളർ നൽകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. ദ സെഡൻ സ്റ്റെയിൻ യൂസസ് ബേസിക് ഫ്യൂസിൻ ആൻഡ് ഫിനോൾ കോമ്പൗണ്ട്സ് to stain the cell wall of Mycobacterium species. അതായത് സെഡൻ സ്റ്റെയിനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബേസിക് ഫ്യൂസിനും അതുപോലെ തന്നെ ഫിനോൾ എന്ന് പറഞ്ഞ ഘടകങ്ങളാണ്. ഓക്കെ, ഈ ഘടകങ്ങൾ മൈക്കോബാക്ടീരിയം സ്പീഷീസിന്റെ സെൽ വാളിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിറം നൽകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. The Seddon stain uses basic fusin and phenol compounds to stain the cell wall of Mycobacterium species. അതായത് ഈ സെഡൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞ ടെക്നിക്കില് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻസിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ബേസിക് ഫ്യൂസിൻ ആൻഡ് ഫിനോൾ. അങ്ങനെ രണ്ട് ഘടകങ്ങൾ, ബേസിക് ഫ്യൂസിൻ ആൻഡ് ഫിനോൾ കോമ്പൗണ്ട്സ് ടു സ്റ്റെയിൻ ദ സെൽ വാൾ ഓഫ് മൈക്കോബാക്ടീരിയം സ്പീഷീസ്. ഇത് നമ്മൾ മൈക്കോബാക്ടീരിയം സ്പീഷീസിലെ സെൽ വാളിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബേസിക് ഫ്യൂസിൻ ആൻഡ് ഫിനോൾ കോമ്പൗണ്ട്സ് എന്ന രണ്ട് ഘടകങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ സ്റ്റെയിന് നമ്മൾ മൈക്കോബാക്ടീരിയം സ്പീഷീസിന്റെ സെൽ വാളിനെയാണ് സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മൈക്കോബാക്ടീരിയം സ്പീഷീസിൽ വരുന്ന ബാക്ടീരിയനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളർ നൽകാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് കോമ്പൗണ്ട്സിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ബേസിക് ഫ്യൂസിൻ ആൻഡ് ഫിനോൾ. Is it clear? Clear ആയോ? Okay. Then continuation. Mycobacterium does not bind readily to simple stains and therefore the use of heat along with carbofuscin and phenol allows penetration through the bacterial cell wall for visualization. അതായത് മൈക്കോബാക്ടീരിയം does not bind readily to simple stains. ഈ മൈക്കോബാക്ടീരിയം എന്ന് പറഞ്ഞ ആ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് തന്നെ എന്താണ് സിമ്പിൾ സ്റ്റെയിനുമായിട്ട് പ്രവർത്തിക്കില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. മൈക്കോബാക്ടീരിയം ഡസ് നോട്ട് ബൈൻഡ് റെഡിലി ടു സിമ്പിൾ സ്റ്റെയിൻസ്. അതായത് സിമ്പിൾ സ്റ്റെയിൻ നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്ക് പഠിച്ചു, 3 ടൈപ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. അതിൽ സിമ്പിൾ സ്റ്റെയിൻ ടെക്നിക്കൽ അതായത് സിമ്പിൾ സ്റ്റെയിനുമായിട്ട് ഈ മൈക്കോബാക്ടീരിയം സ്പീഷീസ് എന്താണ് ബൈൻഡ് ചെയ്യത്തില്ല, പെട്ടെന്ന് തന്നെ ബൈൻഡ് ചെയ്യത്തില്ല, മീൻസ് ഒട്ടിപ്പിടിക്കില്ല അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യത്തില്ല. And therefore the use of heat along with the carbofuscin and phenol allows penetration through the bacterial cell wall for visualization. അതായത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഹീറ്റും ഇതിന്റെ കൂടെ തന്നെ ആവശ്യം ഉണ്ട്. ഹീറ്റ് along with the carbofuscin and phenol allows penetration through the bacterial cell wall for visualization. ഓക്കെ, അതായത് നമ്മൾ ഹീറ്റിന്റെ കൂടെ അതായത് കാർബോൾ ഫ്യൂസിന്റെ കൂടെ ഹീറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കാർബോൾ ഫ്യൂസിൻ അതുപോലെ തന്നെ ഫിനോൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്.
Okay, heat use ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് that allows penetration through the bacterial cell wall for visualization. ഈ അതായത് ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഈ കാർബോഫ്യൂസിൻ ഫിനോൾ എന്ന് പറഞ്ഞ ഘടകങ്ങളുടെ കൂടെ. അത് എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ സെൽ വാളിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോസ് പെനിട്രേഷൻ ത്രൂ ദ ബാക്ടീരിയ സെൽ വാൾ. അതായത് അങ്ങനെയാണ് ഈ കളർ ബാക്ടീരിയ സെൽ വാളിലോട്ട് പെനിട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പതിയുക അല്ലെങ്കിൽ നുഴഞ്ഞു കയറുക എന്നൊക്കെയുള്ള അർത്ഥം. ബാക്ടീരിയ സെൽ വാളിലോട്ട് എത്താൻ സഹായിക്കും. അങ്ങനെയാണ് വിഷ്വലൈസേഷൻ സാധ്യമാകുക. മീൻസ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ദർശിക്കാൻ സാധിക്കുക. ഒന്നുകൂടി പറയാം പ്രിൻസിപ്പിൾ. The sudden stain uses basic fusin and phenol compounds to stain the cell wall of Mycobacterium species. അതായത് sudden stain യൂസ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങളുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ബേസിക് ഫ്യൂസിൻ ആൻഡ് ഫിനോൾ. Then to stain the cell wall of Mycobacterium species. Mycobacterium species ന്റെ cell wall നെ stain ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. Then Mycobacterium does not bind readily to simple stains. അതായത് സിമ്പിൾ സ്റ്റെയിൻസുമായിട്ട് ഈ മൈക്കോബാക്ടീരിയം സ്പീഷീസ് പെട്ടെന്ന് ബൈൻഡ് ചെയ്യത്തില്ല അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യത്തില്ല. Therefore, the use of heat along with carbonfusin and phenol allows penetration through the bacterial cell wall for visualization. അതുകൊണ്ട് തന്നെ ഹീറ്റ് ആവശ്യമാണ്. അതായത് കാർബൺഫ്യൂസിന്റെയും ഫിനോളിന്റെയും കൂടെ ഹീറ്റ് ആവശ്യമാണ്. ഹീറ്റും കൂടി ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഇത് ബാക്ടീരിയ സെൽ വാളിലോട്ട് പെനിട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നുഴഞ്ഞു കയറുക. അല്ലെങ്കിൽ അവിടെ അറ്റാച്ച് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് വിഷ്വലൈസേഷൻ സാധ്യമാവുക. മീൻസ് നമുക്ക് കാണാൻ സാധിക്കുക. Is it clear? Clear ആയോ? Last point. അതായത് മൈക്കോബാക്ടീരിയം ഡസ് നോട്ട് ബൈൻഡ് റീഡ്ലി ടു സിമ്പിൾ സ്റ്റെയിൻ. സിമ്പിൾ സ്റ്റെയിനുമായിട്ട് അതായത് ഒരു ടൈപ്പ് ആണ്. 3 ടൈപ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൽ എന്താ പറയാ സിമ്പിൾ സ്റ്റെയിനിങ്ങിൽ ചെറിയ രീതിയിലുള്ള എല്ലാത്തിനും ഒരേ കളറാണ് നൽകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് സിമ്പിൾ സ്റ്റെയിനുമായിട്ട് ഈ മൈക്കോബാക്ടീരിയം സ്പീഷീസ് എന്താണ് ബൈൻഡ് ചെയ്യത്തില്ല പെട്ടെന്ന് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യത്തില്ല. ഇതെന്താണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്. Then the use of heat along with the carbonfusin and phenol. അതായത് ഈ കാർബൺഫ്യൂസിൻ ഫിനോൾ എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. ആ ഘടകങ്ങളുടെ കൂടെ ഹീറ്റും ആഡ് ചെയ്യുകയാണ്. മീൻസ് ഹീറ്റും കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതെന്ത് ചെയ്യുകയാണ് ബാക്ടീരിയ സെൽ വാളിലോട്ട് പെനിട്രേറ്റ് ചെയ്യും. മീൻസ് ഈ കളർ ബാക്ടീരിയ സെൽ വാളിൽ എത്തും. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക, വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കുക. Is it clear? Okay. പ്രൊസീജിയർ പറയുന്നതിന് മുന്നേ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാ പോയിന്റ്സ്. ഫർസാന നോ റെസ്പോൺസ്. സീൽ-നീൽസൺ സ്റ്റെയിൻ പോയിന്റ്സ് പറ, മനസ്സിലായത് പറയാം. Okay. Okay. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡിഫൈ ചെയ്താ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നീൽസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. ഓക്കെ. ഓക്കെ, എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇതിനെ വിളിക്കുന്ന ഈ സ്റ്റെയിനിങ്ങിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, അതർ നെയിം. അതാണ് സീൽ-നീൽസൺ സ്റ്റെയിൻ. സീൽ-നീൽസൺ സ്റ്റെയിന്റെ ഷോർട്ട് ആണ് സെഡൻ സ്റ്റെയിൻ. ഇതിന് വേറൊരു പേരുണ്ട്. ഫസ്റ്റ് പോയിന്റ് ടോയ്ബത്ത് പറഞ്ഞിരുന്നു കേട്ടിട്ട് പറയല്ലോ ഹസാന. പൾമനറി ട്യൂബർകുലോസിസ് കണ്ടീഷൻ അല്ലേ, അസുഖല്ലേ?
പിന്നെ എങ്ങനെയാ അത് ആൻസർ ആയിട്ട് വരുന്നേ? ഇതിന് പറയുന്ന വേറൊരു പേരുണ്ട്. ഇനി ഈ ടെസ്റ്റിന് പറയുന്ന വേറൊരു പേരുണ്ട്. കേട്ടില്ലായിരുന്നോ? ഫസ്റ്റ് പോയിന്റ് അപ്പൊ കേട്ടില്ലായിരുന്നോ? ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അതേഴ്സ് ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം. അതേഴ്സ് ഷംന, സീൽ നെൽസൺ സ്റ്റെയിനെ വിളിക്കുന്ന വേറൊരു പേര്, വേറൊരു പേരിലാണ് കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഏതാ? ഓക്കെ, എവിടുന്ന ഫർസാന ഇപ്പൊ കിട്ടിയത് ആസിഫ് ഫാസ്റ്റിനി? ഫർസാന, ഫർസാന ഇപ്പൊ എവിടുന്ന ആസിഫ് ഫാസ്റ്റിനിയും കിട്ടിയത്? ശ്രദ്ധിച്ചില്ല, സ്വന്തം നോട്ടിൽ എഴുതിയത് ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നിട്ട് ട്യൂബർകുലോസിസ് കണ്ടീഷൻ ആണ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ആസിഡ് ഫാസ്റ്റൈനിങ് ആണ് വേറൊരു പേര്. ഷബീബ, ഷബീബ് ഓക്കെ, പ്രിൻസിപ്പിൾ പറ. ഓക്കെ, 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 വെരി ഗുഡ്. ഓക്കെ, 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 ഇത്രയാണ് പഠിച്ചത്. നിങ്ങൾക്ക് നാളെയല്ലേ പാരസൈറ്റോളജി എക്സാം പറഞ്ഞിരിക്കുന്നത്? ഗീവ് റെസ്പോൺസ്. ഓക്കെ, ഇന്നായിരുന്നു പറഞ്ഞേ. സോ നാളെ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, നാളെ കണ്ടക്ട് ചെയ്യാം. നാളെ എല്ലാവരും ജോയിൻ ചെയ്യാം. കഴിഞ്ഞ എക്സാമുകൾ പോലെ ആകരുത്. മാർക്ക് ഞാനും മിസ്സിന് സെൻഡ് ചെയ്യുന്നതായിരിക്കും. സോ നാളെ കണ്ടക്ട് ചെയ്യാം. മീൻസ് ജോയിനിങ് ടൈമില് ഷംന പറഞ്ഞായിരുന്നു ഇന്നായിരുന്നു, അപ്പൊ ആകെ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ ജോയിൻ ടൈമില്. അതുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യാത്തത്. സോ നാളെ കണ്ടക്ട് ചെയ്യുന്നതാണ്, എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.